വെൽക്കം ടു ദ ആരി സ്റ്റുഡിയോ. ഇറ്റ്സ് മീ ഓ പ്രീതി കൃഷ്ണ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആരി വർക്കിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, പക്ഷേ ഇപ്പം ഒരു ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. നമുക്കൊരു ബിഗിനറിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ആരി സ്റ്റാൻഡ് കാണിക്കാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള ആരി സ്റ്റാൻഡ് വന്നിട്ട്. ഇത് 18 ഇഞ്ചിൻ്റെ ആരി സ്റ്റാൻഡിൽ സൈസ് 40, 60, 80 ഇങ്ങനെ സൈസസിൽ സ്റ്റാൻഡ് 3 സൈസിൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് 18 ഇഞ്ചിൻ്റെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബ്ലൗസിൻ്റെയൊക്കെ ബാക്കിൽ ഫുൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ 18 ഇഞ്ചിൻ്റെ സ്റ്റാൻഡ് മേടിക്കുന്നതാണ്. 16 ഇഞ്ചിൻ്റെ ആകുമ്പോൾ 14 ഇഞ്ചിൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി സൈസ് കുറവായിരിക്കും. അപ്പം നമുക്ക് അത്രയും വർക്ക് പിന്നെ മാറ്റി ചെയ്യേണ്ടി വരും. ബീഡ് വർക്കൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരും. സ്റ്റാൻഡ് ഇട്ട് വരുമ്പോൾ ബീഡിൻ്റെ മേലെ കൂടെ ഫ്രെയിം ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്കത് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത വർക്ക് വേസ്റ്റായി പോകും. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ 18 ഇഞ്ചിൻ്റെ സ്റ്റാൻഡ് മേടിക്കുകയാണ് നല്ലത്. ഈ സ്റ്റാൻഡിന് 4 ലെഗ്സാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മേടിക്കുമ്പോൾ ഈ റിങ്ങും 4 ലെഗ്സാണ് കിട്ടുക. അപ്പോൾ ഇത് 18 ഇഞ്ചിൻ്റെ സ്റ്റാൻഡ് മേടിക്കുന്ന സമയത്ത് നമ്മൾ 18 ഇഞ്ചിൻ്റെ തന്നെ ഫ്രെയിമും മേടിക്കാൻ നോക്കണം. 16 ഇഞ്ചിൻ്റെ സ്റ്റാൻഡാണെങ്കിൽ 16 ഇഞ്ചിൻ്റെ, 14 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 14 ഇഞ്ചിൻ്റെ ഫ്രെയിം. അങ്ങനെ സ്റ്റാൻഡും ഫ്രെയിമും ഒരേ സൈസിലുള്ള മേടിക്കാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഒരു 1 മീറ്റർ പോപ്ലിൻ്റെ ക്ലോത്താണ് ഞാനിവിടെ. പിന്നെ വേണ്ടത് നീഡിലാണ്. നീഡിൽ വന്നിട്ട് ഞാനിവിടെ 2 നീഡിലിപ്പം എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ രണ്ടും ഇപ്പോൾ ടുലിപ്പ് ബ്രാൻഡിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഒന്നിൽ ഞാൻ ത്രെഡ് ചുറ്റിയിട്ടുണ്ട്. ഇതിൽ നമ്പർ 40 ആണ് ത്രെഡ് ചുറ്റിയത്. ഇത് വന്നിട്ട് 24 ആണ്. നീഡിൽ നമ്മൾ ആരി വർക്കിൽ ലോക്കൽ നീഡിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഒരു ബിഗിനറിന് നമുക്ക് ടുലിപ്പ് ബ്രാൻഡായിരിക്കും ഏറ്റവും യൂസ്ഫുൾ. നമുക്ക് ത്രെഡ് വലിക്കുമ്പോഴായിക്കോട്ടെ ഒക്കെ സ്മൂത്തായിട്ട് വരുന്നത് ഈ ഒരു 24 നീഡിൽ വന്നിട്ട് നമുക്ക് സദോസി വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ഹോളുള്ള ബീഡ്സൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നീഡിൽ യൂസ് ചെയ്യാം. നമ്പർ 40 വന്നിട്ട് നമുക്ക് ത്രെഡ് വർക്കിന്, ഇതിലും ബീഡ് വർക്കൊക്കെ യൂസ് ചെയ്യാം. ഷുഗർ ബീഡ്സൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. സൗദോസി സ്റ്റിച്ച് ചെയ്യാം, എല്ലാം ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ നമ്പർ 24 കിട്ടിയില്ലെങ്കിൽ നമ്പർ 40 മാത്രമേ ഉള്ളൂ കയ്യിലെങ്കിൽ ഓക്കെ, ഇതായാലും മതി. നമുക്ക് ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മുടെ നോർമൽ സ്വിങ് ത്രെഡാണത്. ഇതിലാണ് നമ്മൾ ആരി വർക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് പിടിച്ചിട്ടാണ് നമ്മൾ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുക. അപ്പം ത്രെഡ് പൊട്ടിപ്പോവാതെ ഒരുവിധം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് നോർമൽ സ്വിങ് ത്രെഡിലാണ്. അപ്പം നമ്മൾ ത്രെഡ് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ സ്വിങ് ത്രെഡിലാണ്. അതിന് ശേഷം നമ്മൾ സെറി ത്രെഡിലേക്കാണ് കിടക്കുക. സെറി ത്രെഡിൽ നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് സിൽക്ക് ത്രെഡിലേക്ക് മാറുള്ളൂ. ഇത് വന്നിട്ട് ഡയാൽജി ബ്രാൻഡിൻ്റെയാണ്. ഒരുപാട് ഷെയ്ഡ്സ് സെറി ത്രെഡിൽ അവൈലബിൾ ആണ്. നമ്മൾ സിൽക്ക് ത്രെഡിലേക്ക് പോവാം. സിൽക്ക് ത്രെഡിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡബിൾ ബെല്ലിൻ്റെ സിൽക്ക് ത്രെഡാണ്. ഇതുപോലെ രണ്ട് നൂല് മേടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സെയിം കളറുള്ള 2 നൂല് മേടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഈ ത്രെഡ് എന്ത് ചെയ്യാം, നമ്മൾ സിൽക്ക് ത്രെഡ് എപ്പോഴും 2 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. കാരണം ഇത് ഭയങ്കര സോഫ്റ്റാണ്, പെട്ടെന്ന് വലിച്ചാൽ തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ 2 ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക. സെറി ത്രെഡും നോർമൽ സ്വിങ് ത്രെഡൊക്കെ നമ്മൾ ഒറ്റ സ്ട്രാൻഡ്സേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ സിൽക്ക് ത്രെഡ് എന്ന് പറയുന്നത് 2 ത്രെഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ 2 ത്രെഡ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യുക, ബോബിനിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ത്രെഡ് ചുറ്റുക. നമുക്ക് മെഷീനിലിട്ടിട്ട് വേണമെങ്കിൽ ചുറ്റുകയാണെങ്കിൽ അങ്ങനെയും ചുറ്റാം. എല്ലാ കൈയും കൊണ്ട് ചുറ്റണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചുറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് വേണ്ടത് സ്കെയിലാണ്. നമ്മൾ ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഏതൊരു സ്റ്റിച്ചും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഓരോ ഷേപ്പിലേക്ക് നമ്മൾ ആ സ്റ്റിച്ചസ് മാറ്റുന്നത്. അപ്പം സ്കെയിൽ മസ്റ്റാണ്. അടുത്ത വേണ്ട പെൻസിൽ വന്നിട്ട് ഇത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്.
ഇത് ഇല്ല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നോർമൽ പെൻസിലോ അല്ലെങ്കിൽ പെന്നോ ഏതെങ്കിലും ഒന്ന് കയ്യിലുണ്ടായാൽ മതി. പിന്നെ വേണ്ടത് ത്രെഡ് കട്ടർ. നമ്മൾ ത്രെഡ് നോട്ട് ചെയ്തിട്ട് എക്സസ് വരുന്ന ത്രെഡ് കട്ട് ചെയ്യാനും അതുപോലെ സ്റ്റിച്ച് അവസാനിക്കുമ്പോൾ ത്രെഡ് കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ത്രെഡ് കട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും തിങ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും വിചാരിക്കും ഒരുപാട് മെറ്റീരിയൽസ് വേണം, എനിക്ക് ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇതിനുള്ള മെറ്റീരിയൽസ് എൻ്റെ കയ്യിലില്ല എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടാവും. ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് ഫസ്റ്റ് ഇത്രയും തിങ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഓരോ സ്റ്റിച്ചസിലേക്ക് കടക്കുമ്പോൾ, അതായത് ബീഡ് വർക്ക്, സീക്വൻസ്, സർദൂസി ഇങ്ങനെയുള്ള ഓരോ സ്റ്റിച്ചസിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് വാങ്ങിയാൽ മതി. പഠിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാം കണക്കിന്, അതായത് 3 ഗ്രാം 5 ഗ്രാം അങ്ങനെ കണക്കനുസരിച്ച് മേടിച്ചാൽ മതി. നമ്മളൊരു വർക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് കൂടുതലായിട്ട് വാങ്ങേണ്ടി വരുള്ളൂ. അപ്പോൾ ഇത്രയാണ് ആരി വർക്കിലെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, മെറ്റീരിയൽസ് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട മെറ്റീരിയൽസ് ഇത്ര തന്നെ ധാരാളം. ഇത് ഇത്രയും പഠിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള സ്റ്റിച്ചസുകൾ നമുക്ക് പരിചയപ്പെടാം, മെറ്റീരിയൽസ് പരിചയപ്പെടാം. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിച്ചു. ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഈ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുക, അതുകൂടെ തന്നെ ഫ്രെയിമിൽ എങ്ങനെ ക്ലോത്ത് ഫിക്സ് ചെയ്യാം എന്നതാണ് അടുത്ത ക്ലാസ് വരുന്നത്. അപ്പം ഇതുവരെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു. ബൈ.